ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 97. അവൾ വന്നില്ലല്ലോ. എനിക്കറിയായിരുന്നു അവൾ വരില്ലെന്ന്. സരസ്വതിയുടെ കണ്ണിലെ നനവ് കണ്ടതും ദിവ്യയ്ക്ക് വല്ലാതായിപ്പോയി. ഇല്ലെന്നാ അമ്മ പറഞ്ഞേ, അവിടുത്തെ അമ്മ നോക്കിക്കോളൂന്ന്. ദേവിക പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയുമ്പോൾ അവളിലും കുറ്റബോധം തന്നെയായിരുന്നു. ദേവികയുടെ ഈ അകൽച്ചയ്ക്ക് കാരണം താനും കൂടിയാണെന്നുള്ള കാര്യം ആരും പറയാതെ തന്നെ ദിവ്യയ്ക്ക് മനസ്സിലായിരുന്നു. അറിഞ്ഞുകൊണ്ട് എൻ്റെ ഒരു മോളൊരു തെറ്റും ചെയ്തിട്ടില്ല. സുധി നല്ലവനല്ലെന്ന് നെഞ്ചു പൊട്ടി എൻ്റെ മോൾ ഇവിടെ വന്ന് നമ്മളോട് എല്ലാവരോടും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ അവളെ ഓരോന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് തിരിച്ച് പറഞ്ഞയക്കുമായിരുന്നു നമ്മൾ. ഒരു തരത്തിൽ പറഞ്ഞ് നമ്മൾ അവളോട് കാട്ടിയത് എന്താ? ഇത്രയൊക്കെ ചെയ്തിട്ടും ആ പാവം ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും ഈ വീട്ടിലെ ആരെയും നോവിച്ചിട്ടില്ല. പകരം ഇവിടെ വരികയും നമ്മുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സരസ്വതിക്ക് തൻ്റെ നെഞ്ചു വിങ്ങുന്നത് പോലെ തോന്നിപ്പോയി ആ നേരം. ദേവേട്ടൻ ഒത്തിരി പറഞ്ഞതാ അമ്മേ. രാധമ്മയോടും സംസാരിച്ചു. പക്ഷേ ദിവ്യ ബാക്കി പറയാനാവാതെ അവരെ തന്നെ നിസ്സഹായതയോടെ നോക്കി നിന്നു. അവൾ വരില്ല ദിവ്യേ. അവളെന്നല്ല, ആത്മാഭിമാനമുള്ള ഒരു പെണ്ണും വരില്ല. അതങ്ങനെയാ. ഇതവൾ നമുക്ക് നൽകിയ ശിക്ഷയാ. അനുഭവിക്കണം. അനുഭവിച്ചേ തീരൂ. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മെല്ലെ മുറിയിലേക്ക് നടക്കുന്ന സരസ്വതിയുടെ കയ്യിൽ ദിവ്യ ഒരു താങ്ങിനെന്നവണ്ണം പിടിച്ചു. ദേവൻ എന്തിയേ? കട്ടിലേക്ക് കയറി കിടക്കുന്നതിനിടയിൽ സരസ്വതി വീണ്ടും തിരക്കി. വന്ന ഉടനെ തന്നെ മുറിയിൽ കയറി വാതിലടച്ചതാ. ഇതുവരെയായിട്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവരുടെ ദേഹത്തേക്ക് പുതപ്പ് വലിച്ചിട്ട് കൊടുത്തു ദിവ്യ. ആ, കുറ്റബോധം ഉണ്ടാവും, അനുഭവിക്കട്ടെ. അതും പറഞ്ഞവർ വെറുതെ കണ്ണുകൾ അടച്ചു കിടന്നു. കുറച്ച് നിമിഷങ്ങൾ കൂടി അവിടെ നിന്നിട്ട് ദിവ്യ തിരിച്ച് തൻ്റെ മുറിയിലേക്ക് നടന്നു കയറി. ഇതിപ്പോൾ കുറേ ആയല്ലോ ഇങ്ങനെ ഇടവിട്ടുള്ള പനി ഉണ്ടാവാൻ തുടങ്ങിയിട്ട്. കൂട്ടത്തിൽ ഈ കുത്തിയുള്ള ചുമയും. ഞാൻ കണ്ട അന്ന് തൊട്ട് അമർന്ന് ഇങ്ങനെയാ. എന്തെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ചൂടെ? സ്ട്രിപ്പിൽ നിന്ന് ഒരു ഗുളിക പൊട്ടിച്ചെടുത്ത് അയാൾക്ക് നേരെ നീട്ടുമ്പോൾ ജീനയിൽ ചെറിയ രീതിയിലുള്ള നീരസം ഉണ്ടായിരുന്നു. പ്രായമുള്ള ഒരുവനെ ഒരു ഹോം നേഴ്സിനെ പോലെ ചികിത്സിക്കുന്നതിൽ. എങ്കിലും അവളത് പുറത്തു കാട്ടാതെ ഭംഗിയായി മറച്ചു പിടിച്ചു. അമറിൻ്റെ കൂടെ കൂടിയിട്ട് മാസങ്ങളായി. കാണുന്ന അന്നോട്ട് അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ പനിയും ക്ഷീണവും ജീനയെ ഒട്ടൊന്നുമല്ല അലോസരപ്പെടുത്തിയിരുന്നത്. അതുകൂടാതെ അയാൾക്ക് കമ്പനിയിലുള്ള മറ്റു ചില പെണ്ണുങ്ങളുമായിട്ടുള്ള അടുപ്പവും ജീന ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും അതൊന്നും അവൾ പുറത്തു കാട്ടിയില്ല. അമറിനെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ തന്നെ അയാളുടെ വീട്ടിൽ താമസിക്കുവാനായി കൂടെ കൂട്ടി. എനിക്ക് പണ്ട് തൊട്ടേ അലർജിയുടെ അസുഖമുണ്ട്. ഈയിടെയായിട്ട് ഇത്തിരി കൂടിയതാ. വയസ്സാവാറായില്ലേ, അപ്പോൾ ഇമ്മ്യൂണിറ്റി പവറും കുറയും. അമർ അവളുടെ കയ്യിൽ നിന്നും ഗുളിക വാങ്ങി വായിലേക്കിട്ട് വെള്ളം കുടിച്ചു. അതെങ്ങനെയാ? അമറിന് ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ല. ഭക്ഷണം പോലും കഴിക്കുന്നത് തോന്നുമ്പോഴാ. പിന്നെങ്ങനെ ഈ ക്ഷീണവും തളർച്ച ഇതുപോലെ പനിയുമൊക്കെ വരാതിരിക്കുന്നത്? അയാളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ടേബിളിൻ്റെ അപ്പുറത്തുള്ള ചെയറിലായി ചെന്നിരുന്നവൾ, എൻ്റെ ജീനെ, നീ ഇങ്ങനെ ടെൻസാവല്ലേ. ഇതൊക്കെ അതിൻ്റെ ഒരു രീതിയിൽ അങ്ങ് എടുക്കണം. ടേബിളിന് മുകളിലിരിക്കുന്ന ഫയലിലൂടെ കണ്ണുകൾ ഓടിച്ചുകൊണ്ടാണ് അമർ അത് പറഞ്ഞത് തന്നെ. അതെ, എനിക്കൊരു സംശയം. കുറച്ച് നാളുകൊണ്ട് ഞാൻ ചോദിക്കായിരുന്നതാ. ഇതെന്താ അമറിൻ്റെ മൂക്കിൻ്റെയും വായുടെയും അരികിലായി ചുവന്ന പാടുകൾ? അതെന്തേലും കടിച്ചതാണോ? അവൾ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. അറിഞ്ഞൂടടി, ഇടയ്ക്കൊക്കെ ചൊറിച്ചിൽ വരും. കുറച്ചു നേരം ചൊറിഞ്ഞു കഴിയുമ്പോഴേക്കും ഈ പാടുകൾ ഇങ്ങനെ തിണർത്ത് കിടക്കും. അതെങ്ങനെയാ? ഇതൊന്ന് കാണിക്കാൻ പോണെങ്കിൽ ഒരു ദിവസത്തെ പങ്കപ്പാടാ. ഇവിടെ നിന്ന് തിരിയാൻ മനുഷ്യന് സമയമില്ല. അതിനിടയിൽ ഈ ആശുപത്രി പോക്കൊന്നും നടക്കുകയില്ല. ജീനയോട് അങ്ങനെ പറഞ്ഞിട്ട് അയാൾ തൻ്റെ ശ്രദ്ധ പൂർണ്ണമായും മുൻപിലിരിക്കുന്ന ഫയലിലേക്കാക്കി. ഇന്ന് ഞാൻ കാത്തിരിക്കണോ? അമറിനൊട്ടും വയ്യാതെ ഇരിക്കുന്നതല്ലേ? ഇനിയും അവിടെ അങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയതും ജീന മെല്ലെ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. പിന്നെ കാത്തിരിക്കാതെ, ഇതിപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ കഴിയും. നീ പോയി എൻ്റെ ബെഡ്റൂമിൽ വെയിറ്റ് ചെയ്തോ. വയ്യാഴികയൊക്കെ അങ്ങനെ ഒരു സൈഡിൽ കിടക്കും. തല ഉയർത്തി കണ്ണുകൾ മാത്രം മുകളിലേക്കാക്കി ഒരു കള്ളച്ചിരിയോടെ തന്നെ നോക്കി പറയുന്നവന് നേരെ വശ്യതയോടെ ഒരു നോട്ടം എറിഞ്ഞു കൊടുത്തിട്ട് അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇനിയും വൈകി തിന്നതിൽ അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കണം. വിചാരിച്ചതുപോലെ കളവനറ്റം നീങ്ങിയിട്ടല്ല. ഞാൻ അറിയാതെ പല ഒളിച്ചുകളിയും ഇങ്ങേരുടെ കയ്യിലുണ്ട്.
റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ ജീനയെ അത് പല പ്രാവശ്യം മനസ്സിൽ ചിന്തിച്ചു. അന്നായിരുന്നു ആദിയുടെ കുഞ്ഞിൻ്റെ 28 കെട്ട്. കാവുമ്പാട്ടെ വീട് അതുകൊണ്ട് തന്നെ ആഡംബരത്തോടെ അണിഞ്ഞൊരുങ്ങിയിരുന്നു. രാവിലെ 10:30-ക്കായിരുന്നു മുഹൂർത്തം. അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് തറവാട്ട് വീട്ടിൽ ബന്ധുക്കളുടെയും അയൽക്കാരുടെയും ഒക്കെ വരവ് തുടങ്ങി. കുഞ്ഞിച്ചക്കനെ കുഞ്ഞു കസവും കൊണ്ടൊടുപ്പിച്ച് രാധമ്മ നേരത്തെ തന്നെ സുന്ദരനാക്കി വെച്ചിരുന്നു. തത്തമ്മയ്ക്കായിരുന്നു അന്നത്തെ ദിവസം ജോലി കൂടുതലും. 3 കുഞ്ഞനിയന്മാരെയും കാര്യങ്ങൾ നോക്കി അവൾ തളർന്നു പോയിരുന്നു. ശങ്കരനും നീലനും പതിയെ എഴുന്നേറ്റിരിക്കുന്ന പ്രായമാണ്. കുഞ്ഞിച്ചക്കനെ അവരുടെ അടുത്തെങ്ങാനും കിടത്തിയിട്ട് പോയാൽ അവരവൻ്റെ കയ്യിലും കാലിലും ഒക്കെ പിടിച്ചു വലിക്കുന്നത് പതിവാണ്. നീലനാണ് കുസൃതി കൂടുതലും. ചിലപ്പോൾ ശങ്കരനെ പോലും പിടിച്ചു കിടത്തിക്കളയും. കുഞ്ഞിൻ്റെ കാര്യം പിന്നെ പറയേണ്ടയില്ലല്ലോ. പക്ഷേ ചെക്കന്മാരെ ഇത് കാക്കുന്നവൻ തത്ത നോക്കുമ്പോൾ അവളെ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുക എന്നത് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ അവന്മാരുടെ മൂവരുടെ ഇടയിൽ എപ്പോഴും ഒരു കാവലാളായി തത്തമ്മ പെണ്ണ് ഉണ്ടായിരുന്നു. മോളെ, മുഹൂർത്തായി. രാധ അത് പറഞ്ഞപ്പോഴാണ് ദേവിക കിടക്കുന്ന മുറിയുടെ അകത്തേക്ക് കയറി ചെന്നത്. അവളപ്പോൾ വാഷ്റൂമിൽ പോയി മുറിയിലേക്ക് ഇറങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞമ്മേ, ദാ വരുന്നു. ഉടുത്തിരിക്കുന്ന സെൻറ്റർ മുണ്ട് ഒന്ന് ഒതുക്കിക്കൊണ്ട് അവൾ രാധമ്മയുടെ പിന്നാലെ നടന്നു. തോരണങ്ങളാൽ അലങ്കിച്ചിരിക്കുന്ന ഹാളിൽ നിലവിളക്കിന് മുൻപിൽ കസവും മുണ്ടും സെറ്റിൻ്റെ മേൽമുണ്ടും ഉടുത്തുകൊണ്ട് ആദി ഇരിപ്പുണ്ടായിരുന്നു. അവൻ്റെ മടിയിലായി കുഞ്ഞിച്ചക്കനും. അടുത്തായി തത്തമ്മ പെണ്ണും ഇരിപ്പുണ്ടായിരുന്നു. ഇത്തിരി മാറി ശങ്കരനെയും നീലനെയും മടിയിലിരുത്തിക്കൊണ്ട് അഭിയും. കൂട്ടത്തിൽ നമ്മുടെ ജിപ്തിൻ്റെ മകൻ കണ്ണനും. ദേവികയുടെ വീട്ടുകാരായിട്ട് ദേവനും ദിവ്യയും ക്ഷണം അനുസരിച്ച് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മോള് പോയി ആദിയുടെ അടുത്തിരുന്നോ? അവളെ കണ്ടതും വിശ്വ ഒരു ചിരിയോടെ പറഞ്ഞു. സമ്മതത്തോടെ തലയാട്ടിക്കൊണ്ട് കൂടി നിൽക്കുന്ന ആൾക്കാർക്കിടയിലൂടെ ദേവിക മുന്നോട്ടേക്ക് ചെന്നു. എന്നിട്ട് ആദിയുടെ വാമഭാഗത്തായി ഇരിപ്പുറപ്പിച്ചു. മുഹൂർത്തം അടുത്തതും വിശ്വം കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങി. എന്നിട്ട് പഞ്ചലോഹം കൊരുത്ത കറുത്ത ചരട് അവൻ്റെ അരയിലേക്ക് കെട്ടിക്കൊടുത്തു. കൂട്ടത്തിലൊരു പൊന്നരഞ്ഞാണവും സ്വർണ്ണ കാൽത്തളുകളും കൂടി അണിയിച്ചു. ഇനി കുഞ്ഞിൻ്റെ പേര് പറഞ്ഞു ആദി, വിശ്വം മകനോട് ആവശ്യപ്പെട്ടു. വൈഭവ് നന്ദ. നിറഞ്ഞ പുഞ്ചിരിയോടെ അവനത് കുഞ്ഞിൻ്റെ ചെവിയോരം 2 പ്രാവശ്യവും 3-ാം തവണ ഉച്ചത്തിലും വിളിച്ചു പറഞ്ഞു. ചുറ്റും കൂടി നിന്നവർ ആ പേര് കേട്ടൊന്ന് ഞെട്ടിയെങ്കിലും ഏറ്റവും കൂടുതൽ ഞെട്ടലും ആശ്ചര്യവും ദേവിയയ്ക്കും തത്തമ്മയ്ക്കും ആയിരുന്നു. വൈഷ്ണവി നന്ദയുടെ അനിയൻ വൈഭവ് നന്ദ. ആദിയേട്ടാ. അവനോട് ചേർന്ന് കിടക്കുമ്പോൾ ഉള്ളിലുള്ള സന്തോഷത്തെ ഇനി അടക്കി പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ദേവിയയ്ക്ക്. ആ ബെഡിനരികിൽ തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ആട്ടിക്കൊണ്ട് തന്നെ ആദ്യം മെല്ലെ അവളെ മൂളി കേട്ടു. കുഞ്ഞിൻ്റെ പേര് സർപ്രൈസാക്കി വെച്ച ഇതുകൊണ്ടാണല്ലേ? കണ്ണുകൾ ഉയർത്തി അവൾ ആദിയുടെ മുഖത്തേക്ക് നോക്കി. ആദി മറുപടിയൊന്നും നൽകിയില്ല. പകരം അവളുടെ വലത്തെ കൈയിൽ ചെക്കൻ്റെ ഇടംകൈയുടെ പിടുത്തം മുറുകി. എനിക്കൊത്തിരി ഇഷ്ടമായി കുഞ്ഞിൻ്റെ പേര്. അവൾക്ക് ആ സമയം നന്ദിയായിരുന്നു അവനോട്. മറുപടിയായി ആദി അവളെ നോക്കി ചിരിച്ചു. അത്രമാത്രം. എന്തേ ആദിയേട്ടാ ഒരു മൂഡ് ഓഫ്? ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ചെക്കൻ്റെ മുഖത്തെ മ്ലാനത കണ്ടതും ദേവിക സങ്കടത്തോടെ തിരക്കി. ഒന്നുമില്ല എൻ്റെ ദേവി, നീ കിടക്കാൻ നോക്ക്. ഒന്നാമത് രാവിലെ തൊട്ടുള്ള ബഹളം കൊണ്ട് ഇന്ന് നീ ഒത്തിരി പോലും കിടന്നില്ലല്ലോ. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് ദേവിയുടെ അരികിലായി ചുവരിനോട് ചേർത്ത് കിടത്തിയവൻ. എന്നിട്ട് അവൾക്കപ്പുറമായി കയറി കിടന്നു. പറയാതെ ഞാൻ കിടക്കുന്നില്ല. മഹർഷിയുടെ അരികിലേക്ക് ഒന്നും കൂടി നിരങ്ങിക്കിടന്നു ദേവിക, തല ചെരിച്ചു പിടിച്ച് അവനെ ഉറ്റു നോക്കിക്കൊണ്ട്. നമ്മുടെ തത്തമ്മ അവൾ ഒത്തിരി മാറിയല്ലേടി? ദേവികയുടെ വശം തിരിഞ്ഞു കിടന്നുകൊണ്ട് ആദി വളരെ മെല്ലെ പറഞ്ഞു. മാറുകയോ? അവളോ? ആദിയേട്ടൻ ഇതെന്തൊക്കെയായി പറയുന്നേ? അവൻ്റെ സംസാരം കേട്ട് അമ്പരന്ന് പോയിരുന്നവൾ. സത്യമല്ലേ, ആ കുറുമ്പൊക്കെ അങ്ങ് മാറി. എപ്പോഴും കുഞ്ഞുങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാ ഇപ്പോഴത്തെ അവളുടെ കളിയെല്ലാം. വലിയ ചേച്ചിപ്പെണ്ണായെന്ന അവളുടെ വിചാരം. ഇപ്പം എന്നോട് പോലും ഒന്ന് ശരിക്കൊന്നും മിണ്ടുന്നില്ല. ഇന്ന് തന്നെ കണ്ടില്ലേ, എനിക്കൊരു ഉമ്മ പോലും തരാതെയല്ലേ അവൾ പോയി അവളുടെ മുത്തശ്ശൻ്റെ കൂടെ കയറിക്കിടന്നത്. പരിഭവത്തോടെ പറയുന്നവൻ്റെ മുഖം ഒരു കൊട്ട പോലെ വീർത്തിരുന്നു. അതേസമയം അത്രയും നേരം ടെൻഷൻ ഇരിച്ചിരുന്നവൾ ആദിയുടെ സങ്കടത്തിന് പിന്നിലുള്ള കാര്യം അറിഞ്ഞപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്തേ, നിനക്ക് ഇത്രയും ചിരിക്കാൻ വേണ്ടി ഞാൻ വല്ലതും പറഞ്ഞോ? ചെക്കൻ ഗൗരവത്തോടെ പറയാൻ ശ്രമിച്ചുവെങ്കിലും അതിൽ പരിഭവമായിരുന്നു കൂടുതലും നിറഞ്ഞു നിന്നത്. എൻ്റെ പൊന്നാദിയേട്ടാ, ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇത്രയും നാളും കളിക്കാനൊരു കൂട്ടില്ലാതെ അവൾ എന്തുമാത്രം വിഷമിച്ചു.
ഇപ്പോൾ ഒന്നല്ല 3 പേരാ അവൾക്ക് ചുറ്റിനും ഉള്ളത്. അവരെയൊക്കെ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റാ പെണ്ണിനിപ്പോൾ. അല്ലാതെ അവൾ മനഃപൂർവ്വം നമ്മളെ ഒന്നും മറന്നതല്ല. ഈ കാര്യത്തിനൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കുറച്ച് കൂടുതലാണ് കേട്ടോ. അവൻ്റെ ഇടത്തെ കൈയെടുത്ത് തൻ്റെ വയറിന് മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ദേവിക പറഞ്ഞു. ശരിയാ, പക്ഷേ അവൾക്കൊത്തിരി മച്ചുരിറ്റി വന്നതുപോലെ തോന്നുവാടി. അങ്ങനെ വേണ്ട, അതൊന്നും ശരിയാവില്ല. അവളെന്നും ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്നതാ ഭംഗി. അനിയന്മാർ വന്നു എന്ന് പറഞ്ഞ് അതൊക്കെ എന്തിനാ മാറ്റുന്നേ? ദേവികയുടെ കവിളിൽ ചുണ്ടുകൾ അമർത്തിയിട്ട് അവൻ ശബ്ദം മെല്ലെ താഴ്ത്തി. അതൊക്കെ അങ്ങനെയാ ആദ്യേട്ടാ. ഒരിക്കലും ഈ നാടിനെ ഉറപ്പിച്ചുകൊണ്ട് നടന്ന കാവുമ്പാട്ടെ മഹർഷി ഇപ്പം എന്തുകൊണ്ടാ എല്ലാ പണിയും നിർത്തി നല്ലവനായത്? ആ, ദേവിക അവനെ കളയാക്കി. ആര് പറഞ്ഞു നിർത്തിയെന്ന്? അതൊക്കെ നമ്മൾ ആവശ്യം വരുമ്പോൾ മാത്രമേ പുറത്തെടുക്കൂ. വീണ്ടും ഒരുമ്മ കൂടി പെണ്ണിൻ്റെ കവിളിലായി അവൻ കൊടുത്തു. അത് ശരി, അപ്പോൾ ഒന്നും മറന്നതല്ല. ദേവികയിൽ കപടദേഷ്യം നിറഞ്ഞു. അങ്ങനെ എല്ലാം മറന്നാലേ ഞാനല്ലാതാവില്ലേടി എൻ്റെ ദേവിയെ. ആദ്യ ചിരിച്ചുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. ദേവാ. തൻ്റെ മുറിയിലേക്ക് കയറി വന്നവനെ സരസ്വതി മെല്ലെ കൈയാട്ടി വിളിച്ചു. എന്താമ്മേ, വയ്യാഴിക വല്ലതും തോന്നുന്നുണ്ടോ? കട്ടിലിൻ്റെ ക്രാസിയിലേക്ക് ചാരിയിരുന്നവരുടെ അരികിലായി ദേവൻ ചെന്നിരുന്നു. എനിക്കൊന്നുമില്ല, വേറൊരു കാര്യം പറയാനാ നിന്നെ വിളിപ്പിച്ചേ. ശ്വാസം ഇത്തിരി എടുക്കുവാൻ ചെറിയ രീതിയിൽ അവർ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എന്താ അമ്മേ? അടിക്കുവാനുള്ള ഇൻഹേലർ എടുത്ത് അവരുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ദേവൻ തിരക്കി. ദിവ്യയുടെ കാര്യത്തിൽ നിനക്കെന്ത് തീരുമാനമാവുള്ളത്? ഇൻഹേലർ വായിലേക്ക് വെച്ച് ഒരു പഫ് എടുത്തിട്ട് തിരികെ ബെഡിന് മുകളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം സരസ്വതി മകന് നേർക്ക് തിരിഞ്ഞു. എന്ത് തീരുമാനം? താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്ത് നീരസം ഉണ്ടായിരുന്നു. എത്ര നാൾ നീ ഇങ്ങനെ അവനെ അകറ്റി നിർത്തൂന്ന്? സരസ്വതി ചോദ്യം വിശദീകരിച്ചു. ദേവനൊന്നും മിണ്ടിയില്ല. പകരം അവരുടെ മുൻപിൽ മുഖം കുനിച്ചിരുന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരവൊന്നും പറയാനില്ലേ? അവൾ നിന്റെ ഭാര്യയാണ് ദേവാ, നിന്റെ കുഞ്ഞിൻ്റെ അമ്മയും. ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ അവൾ അനുഭവിച്ചില്ലേ? അതുമല്ല, ചെയ്തതൊക്കെ തെറ്റുകളാണെന്നുള്ള ബോധം ഇപ്പോൾ അവൾക്കുണ്ട് താനും. ഇനി അവളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് ശരിയായ കാര്യമല്ല മോനെ. സരസ്വതി മകനെ ഉപദേശിച്ചു. എനിക്ക് അവളെ ഇനി ഭാര്യയെ കാണുവാൻ പറ്റില്ലമ്മേ. എന്തിൻ്റെ പേരിലായാലും എന്നെ എൻ്റെ കുഞ്ഞിനെ അവൾ ഇട്ടിട്ട് പോകരുതായിരുന്നു. അവളൊരു അനാഥയാണെന്നുള്ള കാര്യം കല്യാണത്തിന് മുൻപ് തന്നെ അവളുടെ അമ്മയിൽ നിന്ന് ഞാൻ അറിഞ്ഞതാ. എന്നിട്ട് ഞാൻ അവളെ സ്നേഹിച്ചു. അവൾ പറയുന്ന എല്ലാ കാര്യത്തിനും തലയാട്ടി. ശരിക്കും പറഞ്ഞാൽ അവളോടുള്ള സ്നേഹത്തിൽ ഞാൻ എൻ്റെ അനിയത്തിയോടുള്ള കടമ പോലും മറന്നുപോയി. ഞാൻ അവളുടെ കയ്യിലെ വെറും പാവയായി മാത്രം ഇത്രയും നാളും ജീവിക്കുകയല്ലായിരുന്നോ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ദേവാ, എൻ്റെ അഭിപ്രായത്തിൽ ദിവ്യ ചെയ്തതിനെക്കാട്ടിലും തെറ്റാണ് നീയും ഞാനും ഒക്കെ നമ്മുടെ ദേവിയോട് ചെയ്തത്. ദിവ്യയ്ക്ക് ദേവി അവളുടെ ആരുമല്ല. പക്ഷെ നമുക്കങ്ങനെ ആയിരുന്നോ? ദേവിയെ നമുക്ക് ചേർത്ത് പിടിക്കായിരുന്നില്ലേ? നമ്മൾ അന്നത് ചെയ്തില്ല. അവളെ വെറുതെയെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കായിരുന്നില്ലേ? നമ്മൾ അതും ചെയ്തില്ല. അവൾ എൻ്റെ മകളാണെന്നും ഞാനും അനിയത്തിയാണെന്ന് നീയും മനഃപൂർവ്വം മറന്നു. അവളിങ്ങോട്ട് വീണ്ടും വന്ന നാട്ടുകാരെന്തു പറയുന്നോ, അവളും കുഞ്ഞും ഒരു ഭാരമാവുമെന്നോ ഒക്കെയായിരുന്നു നമ്മുടെ ചിന്തകൾ. ഇവിടെ കമ്പടമ്മകൾ മറന്ന് നമ്മളാണ്, അല്ലാതെ ദിവ്യയല്ല. ദിവ്യ നിനക്ക് ആദ്യം മുതൽക്കേ തിരുത്തമായിരുന്നു. പക്ഷേ അന്ന് നീ അത് ചെയ്തില്ല. ഇവിടെ ഞാനും നീയും ഒക്കെയാണ് കുറ്റക്കാർ. മുഴുവനും ദിവ്യയുടെ തലയിൽ കെട്ടിവെച്ച് കണ്ണടച്ചിരുട്ടാക്കാൻ വെറുതെ നോക്കണ്ട മോനെ. അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലിരട്ടി തെറ്റുകൾ നമ്മളും ചെയ്തിട്ടുണ്ട്. സരസ്വതി അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കുവാൻ ശ്രമിച്ചു. എല്ലാം കേട്ട ദേവന് തിരിച്ചു പറയുവാൻ ഒരു മറുപടിയില്ലായിരുന്നു. ഇതിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും വെറുതെ അടിയിടണ്ട. ചെയ്തതിനെക്കുറിച്ചോർത്ത് നീ പശ്ചാത്തപിക്കുന്നത് പോലെ തന്നെ ഇന്നവളും പശ്ചാത്തപിക്കുന്നുണ്ട്. അവളുടെ കണ്ണുനീരിൻ്റെ ശാപം കൂടി ഈ വീടിന് വേണ്ട മോനെ. ആരുമില്ലാത്തൊരു പെങ്കൊച്ചാണ്. വല്ല കടുങ്കയും ചെയ്തു പോയ. അവർ ബാക്കി പറഞ്ഞില്ല. നിസ്സഹായതയോടെ മകനെ നോക്കി. അമ്മേ, അരുതേ എന്നൊരർത്ഥമുണ്ടായിരുന്നു ദേവൻ്റെ ആ വിളിയിൽ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. ഇവിടെ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും ഒക്കെ സംക്രാന്തിയുടെ ഫെസ്റ്റിവൽസാണ്. അപ്പോൾ എല്ലാവർക്കും സംക്രാന്തി ആശംസകൾ കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ.